ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് KGF മൂവിയിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ വരുമാനം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന മൂവീസ് KGF 1, KGF 2 അതുപോലെ തന്നെ കാന്താര മൂവിയിൽ നിന്നും പ്രൊഡ്യൂസർക്ക് എത്ര രൂപ വരുമാനം കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സലാർ മൂവിയിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ വരുമാനമായിട്ട് കിട്ടി എന്നുള്ള കാര്യം കൂടി നോക്കുന്നുണ്ട്. ഈ 3 മൂവീസും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹോംബാലെ ഫിലിംസാണ്. അപ്പോൾ അത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ 200 രൂപയ്ക്ക് ഒരു മൂവി ടിക്കറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 70 രൂപയായിരിക്കും പ്രൊഡ്യൂസർക്ക് കിട്ടുക. നമ്മൾ ടിക്കറ്റിന് കൊടുത്ത ആ എമൗണ്ടിൽ നിന്ന് ആദ്യം GST തുക പോവും, അതിനുശേഷം തിയേറ്ററിൻ്റെ വിഹിതം പോവും, അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ ആൾക്കാരുടെ വിഹിതം പോവും. അത് എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് ബാക്കിയുള്ള തുക എത്തുക. അത് പറയുന്നത് ഏകദേശം 35% പ്രൊഡ്യൂസറുടെ വിഹിതമായിട്ട് ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അതുകൂടാതെ OTTയിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവനായിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടും. അതുപോലെ തന്നെ സാറ്റലൈറ്റിന് കൊടുക്കുമ്പോഴും കിട്ടുന്ന തുകയും മുഴുവനായിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടും. അതിൻ്റെ ടാക്സ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം KGF 1ൽ നിന്ന് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം നോക്കാം. 2018 KGF 1 റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റായിട്ട് ആ ഒരു ടൈമിൽ ഏകദേശം പറഞ്ഞത് 80 കോടിയാണ്. അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പറയുന്നത് 238-240 കോടിയാണ് KGF 1ൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പറയപ്പെടുന്നത്. KGF 1ൻ്റെ OTTക്ക് വിറ്റ തുകയായിട്ട് പറയുന്നത് 18 കോടിയാണ്. അപ്പോൾ നമുക്കിനി പ്രൊഡ്യൂസർക്ക് കണക്കും പ്രകാരം എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം. ഈ ഒരു കണക്ക് കറക്റ്റായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് ഓഡിറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്ത കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണക്ക് ലീഗലി നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഹോംബാലെ ഫിലിമിന് 55,98 ലക്ഷം രൂപയാണ് KGF 1ൽ നിന്ന് ആകെ കിട്ടിയിരിക്കുന്നത്. ആകെ കിട്ടിയിരിക്കുന്ന 55 കോടിയിൽ നിന്ന് OTT സെയിലിൻ്റെ എമൗണ്ടായ 18 കോടി കുറച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് കാണിക്കുന്നത് 37,98 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്കിത് 35% പ്രൊഡ്യൂസറുടെ ഷെയർ വിഹിതമായിട്ട് കിട്ടിയതാണ് എന്നുള്ളൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ KGFൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം വരുന്നത് 133 കോടിയായിരിക്കും. ഏകദേശം ബോക്സ് ഓഫീസ് കളക്ഷൻ വരിക 133 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ വരുമ്പോഴാണ് ഏകദേശം 37 കോടി അല്ലെങ്കിൽ 38 കോടിക്ക് അടുത്ത് പ്രൊഡ്യൂസറുടെ കയ്യിൽ വരുമാനമായിട്ട് വരുന്നത്. പക്ഷേ ഈ മൂവി ഹോംബാലെ ഫിലിംസിന് പ്രോഫിറ്റബിളാണ്. ഇവർ പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കുന്നത് 8,80 ലക്ഷം രൂപയാണ്. അതുപോലെ ഇതിൻ്റെ ടാക്സ് അടച്ചേക്കുന്നത് 3,22 ലക്ഷം രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. ടാക്സ് അടച്ചതിന് ശേഷം ഏകദേശം പ്രോഫിറ്റ് 5,58 ലക്ഷം രൂപയാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയേക്കണം. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് 80 കോടി എന്നാണ് പല സ്ഥലത്തും പറഞ്ഞേക്കണേ. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പറയുന്നത് 80 കോടിയാണ് ബഡ്ജറ്റ് എന്നാണ്. പക്ഷേ ഇവരുടെ എക്സ്പെൻസായിട്ട് കാണിച്ചേക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പെൻസായിട്ട് കാണിച്ചേക്കുന്നത് 49,53 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 80 കോടി എക്സ്പെൻസ് എന്ന് പറഞ്ഞത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം. ആക്ച്വൽ എക്സ്പെൻസ് 50 കോടിയിൽ താഴെയാണ്. KGF 2ഉം കാന്താരയും ഒരേ വർഷമാണ് ഇറങ്ങിയത്. 2022 2 സിനിമയും ഇറങ്ങിയത്. ആദ്യം റിലീസ് ചെയ്ത് KGF 2 ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കാന്താര റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഇവർ പറയുന്ന ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും മീഡിയയിലൊക്കെ കാണുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം കറക്റ്റാണ്. KGF 2ൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പറയുന്നത് ഏകദേശം 1,200 കോടി രൂപയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞ് 100 കോടിക്കും 125 കോടിക്ക് ഇടയ്ക്ക് 100 കോടി എന്നാണ് ഗൂഗിൾ സെർച്ചിൽ വരിക. പക്ഷേ അതിനും കൂടെ കുറച്ചും കൂടെ മേളിലായിരിക്കാം. അപ്പോൾ KGF 2ൻ്റെ OTT സെയിൽ എമൗണ്ട് ആയിട്ട് പറയുന്നത് 320 കോടി രൂപയാണ്. അതുപോലെ കാന്താര ബഡ്ജറ്റ് വളരെ കുറഞ്ഞ മൂവിയാണ്. കാന്താരയുടെ ബഡ്ജറ്റ് പറഞ്ഞ് 16 കോടിയാണ്. കാന്താരയുടെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പറയുന്നത് 410 കോടിയാണ്. അതുപോലെ അതിൻ്റെ OTT സെയിൽ എമൗണ്ട് ആയിട്ട് പറയുന്നത് 120 കോടിയാണ്. ഹോംബാലെ ഫിലിംസ് KGF 2ൻ്റെയും കാന്താരയുടെയും വരുമാനം ഒരുമിച്ചാണ് ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്തിരിക്കണേ. അപ്പോൾ KGFൽ നിന്നും കാന്താരയിൽ നിന്ന് കിട്ടിയ ടോട്ടൽ വരുമാനമായിട്ട് ഹോംബാലെ ഫിലിംസ് കാണിച്ചേക്കുന്നത് 965 കോടി 99 ലക്ഷം രൂപയാണ് ടോട്ടൽ വരുമാനമായിട്ട് ഹോംബാലെ ഫിലിംസ് ഈ 2 മൂവിയിൽ നിന്നും കാണിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ വിഹിതം കിട്ടിയെന്ന് നോക്കാനായിട്ട് ഈ 965 കോടിയിൽ നിന്ന് 2 സിനിമയ്ക്കും കൂടെ കിട്ടിയ OTT സെയിൽ എമൗണ്ട് കുറയ്ക്കാം. ഇതിന് 2 മൂവിയും കൂടെ കൂടി ഏകദേശം 445 കോടിയാണ് OTTയിൽ നിന്ന് കിട്ടിയേക്കണത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഈ 965 കോടിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 520 കോടി 99 ലക്ഷം രൂപയാണ് ഏകദേശം KGF 2ഉം കാന്താരയും കൂടി പ്രൊഡ്യൂസർക്ക് കിട്ടിയേക്കണേ. ഈ ടോട്ടൽ 520 കോടി കിട്ടിയതിൽ KGF 2 എത്ര കാന്താരയ്ക്ക് എത്ര എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ
KGF 2 ഏകദേശം 420 കോടി രൂപയും കാന്താരയ്ക്ക് ഏകദേശം 143 കോടിയുമാണ് പ്രൊഡ്യൂസറിൻ്റെ ഷെയർ ആയിട്ട് കയ്യിൽ വന്നേക്കണേ. അപ്പോൾ ഏകദേശം അവർ പറയണ കണക്ക് കറക്റ്റാണ്. KGF 2 1200 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്, കാന്താര ഏകദേശം 400 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി 520 കോടി പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ വിഹിതം മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കാണിച്ചേക്കണ്, ആ വർഷം എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കണ് 605 കോടിയാണ്. പക്ഷേ എക്സ്പെൻസ് കുറച്ച് പൊലിപ്പിച്ച് ആവാനാണ് സാധ്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് 100 കോടിയാണ് KGF 2 ബഡ്ജറ്റും കാന്താരയുടെ ബഡ്ജറ്റ് 16 കോടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 116 കോടിയാവാനാണ് സാധ്യതയുള്ളൂ. അവർ പറഞ്ഞേക്കണം 100 കോടിയുടെ ഇരട്ടി 200 കോടി ആയാൽ പോലും ഏകദേശം 220 കോടി എക്സ്പെൻസ് വരാനാണ് സാധ്യതയുള്ളൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കുന്നത് 360 കോടി 54 ലക്ഷം രൂപ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസ് ആ വർഷം എത്ര രൂപ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് ഞെട്ടിച്ച് വന്ന ഒരു കണക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 കോടി പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്ന് 115 കോടി 39 ലക്ഷം രൂപ ഇൻകം ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, KGF 2 കാന്താര എന്നും കൂടി 2 മൂവികളുടെയും കൂടി അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ നിന്ന് 115 കോടിയാണ് ഇൻകം ടാക്സ് മാത്രമായിട്ട് അടച്ചേക്കണേ. ഇൻകം ടാക്സ് അടച്ചതിന് ശേഷം 213 കോടി 48 ലക്ഷം രൂപയാണ് ഫൈനൽ പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കണേ. 2023 സലാർ റിലീസ് ചെയ്തേ. അപ്പോൾ ആ വർഷം തന്നെ ഹോംബാലയുടെ വേറെ 2 മൂവീസും കൂടി ഇറങ്ങിയിരുന്നു. അത് ഒന്ന് ധൂമം എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു മൂവിയാണ്. വേറൊരു മൂവി രാഘവേന്ദ്ര സ്റ്റോറീസ് എന്ന് പറഞ്ഞ വേറൊരു മൂവിയും കൂടി കന്നഡയിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ഈ 2 മൂവീസും ഫ്ലോപ്പാണ്. അപ്പോൾ അത് ബോക്സ് ഓഫീസിൽ ഒട്ടും കളക്ട് ചെയ്തില്ല. അപ്പോൾ ആ വർഷം ഇറങ്ങിയ ധൂമത്തിൽ നിന്നും രാഘവേന്ദ്ര സ്റ്റോറീസും രണ്ടും കൂടി ഒരു 20 കോടിയാണ് പ്രൊഡ്യൂസർക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. നമുക്കിനി സലാറിൻ്റെ കാര്യത്തിലേക്ക് വരാം. സലാറിൻ്റെ ബഡ്ജറ്റായിട്ട് ഏകദേശം പറയുന്നത് 270 കോടിയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം പറയുന്നത് 700 കോടിയാണ്. അപ്പോൾ അതും ഏകദേശം കറക്റ്റാണ് എന്നാണ് നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. OTT സെയിൽ എമൗണ്ട് ആയിട്ട് ഏകദേശം പറയുന്നത് 160 കോടിയാണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ആ ഒരു വർഷം ഫിനാൻഷ്യൽ ഇയറിൽ ആകെ കിട്ടിയേക്കണത് 458 കോടി 87 ലക്ഷം രൂപയാണ് പ്രൊഡ്യൂസർക്ക് ആകെ കിട്ടിയേക്കണത്. പ്രൊഡ്യൂസറിൻ്റെ നെറ്റ് റവന്യൂ ആയ 458 കോടിയിൽ നിന്ന് രാഘവേന്ദ്ര സ്റ്റോറീസിൻ്റെയും ധൂമത്തിൻ്റെ ഈ രണ്ടും കൂടിയുള്ള 20 കോടി അതിൽ നിന്ന് കുറയ്ക്കും. അപ്പോഴാണ് നമുക്ക് സലാറിൻ്റെ റവന്യൂ ഏകദേശം കിട്ടുക. ആ എമൗണ്ടിൽ നിന്ന് OTTയിൽ നിന്ന് കിട്ടിയ 160 കോടി കുറയ്ക്കും. അപ്പോൾ നമുക്ക് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ഏകദേശം OTTയിൽ നിന്ന് കിട്ടിയ ആ ഒരു എമൗണ്ടും കൂടെ കുറച്ചാൽ ഏകദേശം 278 കോടിയാണ് പ്രൊഡ്യൂസർക്ക് സലാറിൽ നിന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ വിഹിതമായിട്ട് കിട്ടിയേക്കണേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 700-നും 750 കോടിക്കും ഇടയിലായിട്ട് സലാർ മൂവി ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് ഇതിൽ കാണിച്ചേക്കണം 34 കോടി 75 ലക്ഷം രൂപയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കണേ. അതിൻ്റെ ഇൻകം ടാക്സ് ആയിട്ട് അടച്ചേക്കണത് 3 കോടി 60 ലക്ഷം രൂപയാണ്. ഫൈനൽ പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കണത് 6 കോടി 55 ലക്ഷം രൂപയാണ്. ഈ ധൂമും രാഘവേന്ദ്ര സ്റ്റോറീസും രണ്ടും പ്രൊഡ്യൂസർക്ക് ലോസ് ആയിരുന്നു കാണും. ഈ 2 മൂവീസിൽ നിന്ന് വന്ന നഷ്ടം സലാർ മൂവി വെച്ചിട്ട് ഹോംബാലേക്ക് നികത്താൻ പറ്റി. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ആ വർഷം കിട്ടിയേക്കണം 458 കോടിയിലും ഏകദേശം ഒരു 438 കോടിയും കിട്ടിയേക്കുന്നത് സലാറിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 270 കോടിയാണ്. ഹോംബാലെ ഫിലിംസ് ആ വർഷം എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കണം 424 കോടി 12 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സലാർ 700 കോടിക്ക് മേളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും സെലിബ്രിറ്റികളുടെയോ ബ്രാൻഡുകളുടെയോ ഒക്കെ റവന്യൂ അനാലിസിസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത് നമുക്ക് ലഭ്യമാകുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്